ഹായ്, ഇറ്റ്സ് മീ ശ്രുതി രജീഷ്. ഞാനേ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാട്ടോ എൻ്റെ ഏടത്തിയമ്മ. ഹായ് ചായറ. ഞങ്ങളെ ചായന്റെ കടിക്കേ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാ പഴത്തോണ്ട്. നമുക്ക് കണ്ടാലോ? പഞ്ചാബിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസം ആയെങ്കിലും ഇന്നലെയാണ് ഞാൻ ഓലമ്പാടി വീട്ടിൽ നിന്ന് ആറ്റടപ്പ വീട്ടിലേക്ക് വന്നത്. കണ്ണൂരിലെ താഴെ ചൊവ്വക്കടുത്താണ് എൻ്റെ ആറ്റടപ്പ എന്ന് പറയുന്ന സ്ഥലം. എനിക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു നാടാണ് കേട്ടോ എൻ്റെ ഈ ആറ്റടപ്പ. ഞാൻ 2ാം ക്ലാസ് മുതൽ പഠിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഈ നാടും നാട്ടുകാരും ഒക്കെ എനിക്ക് അത്രയും പരിചയമാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് വീണ്ടും തെന്നിമാറല്ലേ. നമുക്കെന്നാൽ ചായയുടെ കടിയിലേക്ക് വരാം. അപ്പോൾ ഇത് കുറച്ച് മൈദയും ഏലക്ക പൊടിച്ചതും കുറച്ച് അരിപ്പൊടി, പിന്നെ ഞങ്ങളിതാ ബെല്ലം പാവാക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല മധുരമുള്ള പഴമായത് കാരണം ഞങ്ങൾ ബെല്ലം കുറച്ചേ യൂസ് ചെയ്തുള്ളൂ കേട്ടോ. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ബെല്ലം യൂസ് ചെയ്യുക. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ചായയുടെ കടിയുടെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയേക്കുള്ള ചിക്കൻ കറി തകൃതിയായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയൊക്കെ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ അച്ഛൻ പണിയും കയറി വരുമ്പോൾ പൊറോട്ട കൊണ്ടുവരാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ചീനച്ചട്ടി കണ്ട് ഞെട്ടേണ്ട കേസ് എൻ്റെ അമ്മയുടെ ജാമ്പവാൻ്റെ കാലത്തെ ചീനച്ചട്ടിയാണ്. എനിക്ക് ചെറുതിൽ പൂരി ചുട്ടുന്നത് ഇതിലാണ്, എൻ്റെ മോനും പൂരി ചുട്ടു കൊടുക്കുന്നത് ഇതിലാണ്. അങ്ങനെ പഴമൊക്കെ ഇട്ട് ഞങ്ങളെ മാവ് ഇവിടെ സെറ്റായി കേട്ടോ. നിങ്ങൾക്ക് ഇനി വെളിച്ചെണ്ണയാണോ ഓയിലാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞങ്ങളിവിടെ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അച്ഛനും അമ്മയും 5:30 ആകുമ്പം ജോലി കഴിഞ്ഞ് വരും കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും വട്ടം കൂടി ഇരുന്ന് ചായയും ഇതേപോലെ എന്തെങ്കിലും കടികളും കഴിക്കും. പണ്ടൊക്കെ അച്ഛൻ പണിയും കയറി വരുമ്പോൾ കയ്യിലൊരു പൊതി ഉണ്ടാവും കേട്ടോ, വല്ല പരിപ്പുവടയോ ഉഴുന്നുവടയോ അങ്ങനെയൊക്കെ ആയിട്ട്. ശനിയാഴ്ച ദിവസമാണ് മിക്കപ്പോഴും ഇതൊക്കെ കൊണ്ടുവരാറ്. ഞാനും എൻ്റെ ഏട്ടനും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇതും കാത്തു നിൽക്കും. ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയും കഥ പറഞ്ഞിരിക്കുമ്പോൾ ഈ 2 അവിടെ കാണുന്നില്ല. അങ്ങനെ നോക്കി വന്നപ്പോഴെന്താ ഏടത്തിയമ്മയുടെ ഫോണും എടുത്തിട്ടേ കാർട്ടൂണ് കാണുക രണ്ടും. ഇവരെ 2 പേരും ഒരുമിച്ചാൽ നല്ല കുരുത്തക്കേടാണ്. പക്ഷേങ്കിൽ ഇവരെ സൗണ്ട് കേട്ടില്ലെങ്കിൽ നല്ല പേടിയാട്ടോ. എന്തോ ഒപ്പിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഉണ്ടാക്കിയ സാധനം അച്ഛന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ. എക്സ്പ്രഷൻ കണ്ടോളൂ. എക്സ്പ്രഷൻ കണ്ടേ പോകും. എങ്ങനെയുണ്ട്? അയ്യോ സൂപ്പർ. അടുത്തത് അമ്മക്ക് കൊടുത്തു കേട്ടോ. അമ്മയുടെ ഡയലോഗും കൂടി കേട്ടോളൂ. അച്ഛനിട്ട അച്ഛൻ വാരി വിതറിയ പോലെ ഇങ്ങനെ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.